ഗൈസ് എൻ്റെ ഒരു ട്രേഡ് റണ്ണിങ് ആണ്. ഞാൻ ട്രേഡ് അപ്ഡേറ്റ് തരാനോ അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റി പറയാനോ വന്നതല്ല. എല്ലാവരും ചോദിച്ചിരുന്നു എൻ്റെ ഈ ട്രേഡിങ് സെറ്റപ്പിനെ കുറിച്ച് പറയണം. അപ്പം ജസ്റ്റ് അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നും ഒരുപാട് മെസ്സേജസ് വന്നിരുന്നു, ബ്രോ ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പിൻ്റെ കോസ്റ്റ് എത്രയായി, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമെന്ന് വെച്ചിട്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ഇൻ ടു ദി മാറ്റർ. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ടേബിൾ, ഇത് എൽ ഷേപ്പ് ടേബിളാണ്. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു. സ്റ്റാൻഡിങ് ഡെസ്ക് ആണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് ആമസോണിൽ ടൈപ്പ് ചെയ്താൽ കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. സ്റ്റാൻഡിങ് ഡെസ്കിൻ്റെ റേറ്റ് എനിക്ക് ഏകദേശം ഞാൻ മേടിക്കുമ്പോൾ ആയത് 29,074 ആയിരുന്നു. പക്ഷേ ഇപ്പം അത് ആമസോണിൻ്റെ അകത്ത് ഓഫറിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കാം. അത് ഇപ്പം കാണുന്നത് 22,000, വേറെ ബ്രാൻഡാണ്, ഞാൻ മേടിച്ച ബ്രാൻഡല്ല. അപ്പം ഇപ്പോൾ അത് കാണുന്നത് 22,998 കണ്ടിട്ടുണ്ട്. ഇനി ചിലപ്പം പ്രൈസ് മാറുമായിരിക്കും, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ബട്ട് ലിങ്ക് വേണ്ടവർക്ക് ഓൾറെഡി എൻ്റെ വീഡിയോൻ്റെ അകത്തുണ്ടാവും. അപ്പം അതാണ് ഈ ടേബിളിൻ്റെ കോസ്റ്റ്. ഈ ടേബിളിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. സ്റ്റാൻഡിങ് ടേബിളാണ്, നമുക്ക് എപ്പം വേണമെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ മെമ്മറി ഉണ്ട്, ഹൈറ്റിന് മെമ്മറി നമുക്ക് ഇതാക്കി വെക്കാം, സെറ്റാക്കി വെക്കാം. അപ്പോൾ ഓപ്ഷൻ 1 ഇതിപ്പം അടിച്ചപ്പോൾ ഓപ്ഷൻ 1 അടിക്കുന്ന സമയത്ത് കണ്ടല്ലോ, നമ്മൾ ആ കറക്റ്റ് ഹൈറ്റിൽ പോയിട്ട് ഇരിക്കുന്ന ഹൈറ്റിൽ ഈ ഡെസ്കിൻ്റെ ഇതിൻ്റെ ഏകദേശം തൊട്ട മുകളിലായിട്ട് നിൽക്കും സാധനം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ഇരുന്ന് വർക്ക് ചെയ്ത് ഒരുപാട് സമയമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സെക്കൻഡിലിടാം, സെക്കൻഡിലിട്ടിട്ട് ഹൈറ്റ് പൊക്കിയിട്ടും വർക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡിലാണ്. സെക്കൻഡിൽ ഞാൻ കുറച്ച് ഹൈറ്റ് കുറവിലാണ് വെച്ചിരിക്കുന്നത്. അത് ഏകദേശം ഈ ഒരു ലെവലിലോട്ട് വന്ന് നിൽക്കും. പിന്നെ അത് മാനുവലായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറാണ് എൻ്റെ ഇതിനനുസരിച്ചിട്ട്. അപ്പം ഏകദേശം ഒരു 100 ഇതുവരെ പോകുന്നുണ്ട്. ഇത് 100 സെൻറ്റിമീറ്റർ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, 103, 105 വരെയൊക്കെ പോകും. എന്നാലും ഇത് ഓക്കെയാണ്, മോർ ദാൻ ഇനഫ്. ഈ ഒരു ഹൈറ്റ് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ കറക്റ്റ് ഹൈറ്റാണ്. പിന്നെ ഇത് എൽ ഷേപ്പ് ആയതുകൊണ്ട് കുറേ സ്പേസ് കിട്ടും. നിങ്ങൾക്ക് എക്സ്ട്രാ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കുറേ സ്പേസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ടേബിളിന്. പിന്നെ എൻ്റെ ഈ കേബിൾസ് ഒന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല. അതൊക്കെ ശരിക്കും ഓർഗനൈസ് ചെയ്യണം. എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അതൊക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ വാങ്ങി കേബിൾസും ഇതെല്ലാം ടൈ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, മെയിൻ സംഭവം നമ്മളെ മോണിറ്ററാണ്. മോണിറ്റർ ഇത് ഏസറിൻ്റെ 31.5 ഇഞ്ചിൻ്റെ മോണിറ്ററാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇതെന്താണെന്ന് വെച്ചാൽ കേർവ്ഡ് മോണിറ്ററാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, സൈഡിൽ നിന്ന് ഒന്ന് വ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കേർവ്ഡ് മോണിറ്ററാണ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സൈറ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഇപ്പം മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ഈ 2 മോണിറ്ററിൻ്റെ സൈറ്റും നമുക്ക് കറക്റ്റ് വ്യൂ ആയിരിക്കും. നമുക്ക് രണ്ടിലേക്കും ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ ഇങ്ങനെ പോയി നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബെനിഫിറ്റാണ് ഈ കേർവ്ഡ് മോണിറ്ററിന്. ഞാൻ ഇനീഷ്യലി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ സാംസങ്ങിൻ്റെ ഒരു OLED ഉണ്ട്, അതെൻ്റെ ഡ്രീം മോണിറ്റർ ആയിരുന്നു. അതായിരുന്നു വാങ്ങാൻ വിചാരിച്ചത്. അതിൻ്റെ റേറ്റ് 2 ലക്ഷത്തി സംതിങ് എങ്ങനെയാണ്. അത് ഭയങ്കര 49 ഇഞ്ചോ അങ്ങനെ എന്തോ ആണ് കേർവ്ഡായിട്ട് വരുന്നത്. ഭയങ്കര വലിയ സ്ക്രീനായിരുന്നു. പക്ഷേ ഞാനത് മാറ്റി വെച്ചു. കാരണം ഇതിൻ്റെ റേറ്റ് ആകെ വരുന്നത് 13,599. അതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആമസോണിൽ ഞാൻ മേടിക്കുമ്പോഴുള്ള പ്രൈസാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് അഗെയിൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഏസർ 31.5 ഇഞ്ച് കേർവ്ഡ് മോണിറ്ററാണ്. ഓക്കെ, ഇത് 2 മേടിച്ചു. അപ്പോൾ എനിക്ക് ടോട്ടൽ ഓൾമോസ്റ്റ് എത്ര 26,000 സംതിങ് ആയിട്ടുണ്ട് ഈ 2 മോണിറ്ററും കൂടെ. അത് ചീപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ചാൽ അറിയാം, ഇങ്ങനെയുള്ള മോണിറ്റർ ഒന്ന് അവൈലബിൾ അല്ല. അധികം നോർമൽ റീറ്റെയിൽ ഷോപ്സിലൊന്നും ഇങ്ങനെ കേർവ്ഡ് മോണിറ്റർ ഒന്നും അവൈലബിൾ അല്ല. പുറത്തുള്ള ഇപ്പം ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എല്ലാം അവൈലബിൾ ആണ്. അവിടെ ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കേർവ്ഡ് മോണിറ്റേഴ്സും എല്ലാം നല്ല രീതിയിൽ നമുക്ക് സെലക്ഷൻ ചോയ്സസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മോണിറ്റേഴ്സൊന്നും അത്ര അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ ആമസോണിൽ പോയത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫർണിച്ചർ കടയിലൊക്കെ പോയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഈ സ്റ്റാൻഡിങ് ഡെസ്കോ കാര്യങ്ങളോ ഈ മെക്കാനിക്സുള്ള സംഭവങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി മറക്കരുത് ഗൈസ്, ഇതെനിക്ക് ആമസോണിൽ പാക്കിലാണ് വന്നിട്ടുള്ള. ഒരു സ്ക്വയർ, അതായത് റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഷേപ്പിലുള്ള ഒരു ബോക്സിൻ്റെ അകത്തായിരുന്നു ഈ ടേബിൾ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഹെവി ആയിരുന്നു. ഈ സാധനം കുറച്ച് ഹെവിയാണ്. അത് വന്നതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അസംബിൾ വേണമെങ്കിൽ നമുക്ക് ആളെ വിളിച്ച് അസംബിൾ ചെയ്യാം. പക്ഷേ ഞാനത് സ്വയം അസംബിൾ ചെയ്താണ്, ഇരുന്ന് ഫിറ്റ് ചെയ്തതാണ്. ഒരു മണിക്കൂർ 2 മണിക്കൂർ എടുത്തു എനിക്കിത് ഫിറ്റ് ചെയ്യാൻ. കാരണം പ്രോപ്പറായിട്ട് അതൊക്കെ വെച്ച് ഇതിൻ്റെ മോട്ടർ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. അതിൻ്റെ ഇതിൽ വരുന്ന കുറച്ച് കമ്പികളുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇതിനടിയിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇതുണ്ട്, കമ്പിയുണ്ട്. ആ കമ്പി ഇങ്ങനെ പോയിട്ടാണ് അതിൽ നിന്ന് മോട്ടറിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഇതാണ് മോട്ടർ വരുന്നത്, മോട്ടറിലേക്കുള്ള ഒരു കണക്ഷൻ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഈ മോട്ടറിൽ നിന്നാണ് ഇത് റൊട്ടേറ്റ് ആവുന്നത്. അപ്പം മൊത്തത്തിൽ അവിടേക്ക് കണക്ഷൻ ഉണ്ട്, ഇവിടേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ റൊട്ടേറ്റ് ആവും. അപ്പോൾ സെയിം ഹൈറ്റിൽ ടേബിൾ മൊത്തത്തിൽ താവും പൊന്തൊക്കെ ചെയ്യും. സോ അതാണ് അതിൻ്റെ മെക്കാനിസം. ഇനി അതായത് നോർമലി എല്ലാവരും ട്രേഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ് അധികം ലാപ്ടോപ്പ് പ്രിഫർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ടുള്ള മീഡിയം റേഞ്ച് ലാപ്ടോപ്പ് എടുത്താൽ, ഏത് ലാപ്ടോപ്പ് എടുത്താലും 2 മോണിറ്ററിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നോർമലി യൂസിങ് എ ഹബ്. അതായത് ഒരു ഹബ് ഉണ്ട്, ഡോക്കിംഗ് സ്റ്റേഷൻ എന്ന് പറയും. ആ ഡോക്കിംഗ് സ്റ്റേഷൻ നിങ്ങളെ ലാപ്ടോപ്പിൽ തണ്ടർബോൾട്ട് കേബിളുള്ള ഡോക്കിംഗ് സ്റ്റേഷനാണ് ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. ആ ഡോക്കിംഗ് സ്റ്റേഷൻ 13-in-1 ആണ്. ഞാൻ മേടിച്ചിട്ടുള്ള ബ്രാൻഡ് ഇതിൻ്റെ ആണ്, മറ്റേ ഹണിവെല്ലാണ് തോന്നുന്നത് ഡോക്കിംഗ് സ്റ്റേഷൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്കത് കുറച്ചുകൂടെ ചീപ്പായിട്ട് സാധനം കിട്ടും. എനിക്ക് 6000 എബോ ആയിട്ടുണ്ട് ഈ ഡോക്കിംഗ് സ്റ്റേഷന്. നിങ്ങൾക്ക് ചീപ്പായിട്ട് കിട്ടും. 13-in-1 വാങ്ങേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് സാധനം. 13-in-1 എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ മേടിച്ചിട്ടുള്ള ഹണിവെല്ലിൻ്റെ ആണ്. ഇത് വാറൻ്റിയൊക്കെ ഉള്ള സാധനമാണ്. പക്ഷേ നിങ്ങൾക്കത് വേണമെങ്കിൽ കുറച്ചുകൂടെ കുറവിൽ, എനിക്ക് കുറച്ച് റേറ്റ് 6500 സംതിങ് അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ റേറ്റ് കുറവിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രാൻഡിൻ്റെ ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെയുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യേണ്ട കുറച്ചുകൂടെ ചീപ്പായിട്ട് ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ മോണിറ്ററിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരൊറ്റ മോണിറ്ററിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആ ഒരു മോണിറ്ററും ഈ ഒരു PC ഈ സാധനം ഇതുണ്ടായാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതൊരു മിനി PC ആണ്. ഈ മിനി PCൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് 2 ടൈപ്പ് വരുന്നുണ്ട് മിനി PC. ഒരെണ്ണം Core i7 എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ കോൺഫിഗറേഷനിൽ വരുന്ന PC ഉണ്ട്. അതിന് റേറ്റ് അത്യാവശ്യം ഒരു 31,000 റേഞ്ചിൽ റേറ്റ് വരും. ഇന്ത്യൻ റുപ്പീസാണ് ഞാൻ ഈ പറയുന്ന റേറ്റ്സ് എല്ലാം. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ മിനി PC വേറെ വരുന്നുണ്ട്. ടെക് സപ്പോർട്ടിൻ്റെ ഡെസ്ക്ടോപ്പ് ടൈനി PC എന്ന് പറഞ്ഞിട്ട് Core i3 വരുന്നുണ്ട്. 7th ജനറേഷനാണ്. നല്ല സാധനമാണ്. ട്രേഡിങ്ങിനൊക്കെ അത് മതി. വേറെ നിങ്ങൾ വലിയ ഡിസൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് മതി. അതിൻ്റെ റേറ്റ് ആകെ വരുന്നത് 15,900 ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പ്രൈസ് നോക്കിയ സമയത്ത്. ഞാനിതെല്ലാം നോക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആ മിനി PCയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. എൻ്റെത് കുറച്ച് കോൺഫിഗറേഷൻ കുറവുള്ള സാധനമാണ്. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന സാധനമാണ്. 15,900 ഏകദേശം ആ റേഞ്ചിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഞാനതവിടെ പെർമനൻ്റ്ലി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇപ്പം ഈ PC ഇതൊന്നും സെറ്റ് ചെയ്യണമെന്നില്ല. ഡയറക്റ്റ്ലി ഈ വിത്തൗട്ട് എനി ഈ ഡോക്കിംഗ് സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് ആ PCൻ്റെ അകത്ത് ബാക്കിൽ നിങ്ങൾക്ക് കാണാം. ഒന്ന് കാണിച്ചു കൊടുക്കുക. ബാക്കിലുള്ള പോർട്ട് ബാക്കിൽ കാണാം, ഫ്രണ്ടിലും ഉണ്ട് പോർട്ട്. ഇതിൻ്റെ ബാക്കിൽ ഇത്രയും പോർട്ട് അവൈലബിൾ ആണ്. അതായത് HDMI 2 ഓൾറെഡി ഉണ്ട്. ഓൾറെഡി 2 HDMI പോർട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്തോട്ട് HDMI 2 കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഈ PCയിലോട്ട് കണക്റ്റ് ആവും. വേറെ എക്സ്ട്രാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേറെ കണക്ടറിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ്ലി അതിന്ന് 2 ഇത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ മോണിറ്ററിലോട്ട് കണക്റ്റ് ആവും. 2 മോണിറ്ററൊക്കെ ഉള്ളവർക്ക് അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടു നടക്കാനുള്ളൊരു സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലാപ്ടോപ്പ് മേടിച്ചാൽ മതി. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് നോർമലി പുറത്ത് പോകുമ്പോൾ ഞാനൊന്നും അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല. ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ റെയർ സിനാരിയോ ആണ്. പിന്നെ ഞാനിത് മേടിച്ചത് എന്താ വെച്ചാൽ, എനിക്ക് വീട്ടിൽ നിന്നും അതായത് ഓഫീസിൽ നിന്നും വർക്ക് ചെയ്യുന്ന സമയത്തിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് ട്രേഡിന് എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിലൊരു എന്താ പറയുക, ഞാൻ നോർമലി എല്ലാ ദിവസവും ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമ്മളെ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് വെച്ചിടാറാണ്. അപ്പോൾ ലെവൽ സെല്ല് മാർക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചിടും. വർക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചാൻസസ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ട്രേഡ് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. നിങ്ങൾക്ക് അതിനും പകരം എന്ത് ചെയ്യാം, ഒരു ടാബോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് വെക്കാം. ഇത് സാംസങ്ങിൻ്റെ ഏതായിരുന്നു മോഡൽ, S10 ആയിരുന്നു തോന്നുന്നു, S10 Ultra അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഞാൻ കുറച്ചായി ഇത് മേടിച്ചിട്ട്. ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ വേറെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ, കാരണം ഇത് മേടിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞു. സോ പുതിയ വേർഷനും ഉണ്ടാവും. സാംസങ്ങിൻ്റെ S10 എന്ന് പറഞ്ഞിട്ടുള്ള ടാബാണ്. പിന്നെ ആ സമയത്ത് ഇത് ടോപ്പ് ഇതിൽ വരുന്ന ടാബായിരുന്നു.
പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണും നിങ്ങൾക്കറിയാം, ഞാൻ സാംസങ് ഫാനാണ്. യൂസ് ചെയ്യുന്നത് ഇത് പഴയ സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. നിങ്ങൾക്ക് ഫോണിൻ്റെ ഇതൊന്നും വലിയ കോൺഫിഗറേഷനോ കാര്യങ്ങളുള്ള ഫോണൊന്നും വേണമെന്നില്ല. അതേപോലെ തന്നെ ട്രേഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കോൺഫിഗറേഷൻ, അത്യാവശ്യം ഒരു ഇതിലുള്ള ടാബാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ യൂസ്ഫുൾ ആവും. ഞാൻ മുമ്പൊരു റീലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഗാഡ്ജറ്റിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ നിങ്ങളൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ടാബാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഇതൊന്നുമില്ല, ഈ സെറ്റപ്പ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു ടാബിളും ഉള്ളൂ എന്ന് കരുതിക്കോ. ഈ പൊന്തുന്ന താവുന്ന ഒന്നും ടാബിളിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഒരു ടാബിളാണ്, മരത്തിൻ്റെ ഇങ്ങനത്തെ ഒരു ടാബിളാണെന്നുണ്ടെങ്കിൽ ആ ടാബിളിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഇതാണ് എൻ്റെ സെറ്റപ്പ്, ട്രേഡിങ് സെറ്റപ്പ്, ഇത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഈ ജിമ്മിൽ നിന്നോ അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വെറുതെ മൊബൈലിൽ കയറി ഇങ്ങനെ ട്രേഡ് എടുക്കുന്ന ശീലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എപ്പോഴാണോ ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ സെറ്റപ്പിൻ്റെ അകത്ത് വരുന്ന ആ ടേബിളിലോട്ട് വരുന്ന ആ സമയത്ത് മാത്രം എന്താവും നിങ്ങൾ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യും ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് പോലെ കണക്കാക്കി എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും ലെവൽസും കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്തതിൻ്റെ ബേസിസിൽ മാത്രം മൊബൈലിൽ കയറിയിട്ട് ട്രേഡ് പഞ്ച് ചെയ്യാം. അതായിരിക്കണം നിങ്ങളെ മെയിൻ മെൻറ്റാലിറ്റി ട്രേഡ് ചെയ്യുമ്പോൾ. അതല്ലാതെ കാഷ്വലായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്തു പോകും നിങ്ങൾ അഥവാ മൊബൈലിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അത് ശ്രദ്ധിക്കുക ഗൈസ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ സംഭവം, ഈ ചെയർ, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഈ ചെയർ ഏതാണ്. ഇതും ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഓഫീസ് ചെയർ ആണ്. നിങ്ങൾക്ക് ഓഫീസ് ചെയർ എന്ന് വെച്ചാൽ ഒരുപാട് ചെയർസ് കാണാം. അതിൻ്റെ അത് ഇത് ഞാൻ എടുക്കാനുള്ള കാരണം ബാക്ക് സപ്പോർട്ട് ഉണ്ട് അത്യാവശ്യം. പിന്നെ ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ്, അത് ബ്രീത്തിങ് മെറ്റീരിയലാണ് ഇത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചൂടെടുക്കത്തില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓഫീസ് ചെയർ ആണ്. ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് പറ്റാവുന്ന സാധനങ്ങളൊക്കെ, അതായത് മെയിൻ സംഭവങ്ങളൊക്കെ ലിങ്ക് ഞാൻ ഇടാം. ഇതേപോലെ തന്നെ എനിക്ക് ലെതർ മാറ്റ് ഇത് ലെതർ മാറ്റാണ്. ഇതുണ്ടോ, ബോത്ത് സൈഡ്, രണ്ട് സൈഡും മൗസും ഇതും വെക്കാൻ, കീബോർഡൊക്കെ വെക്കാൻ പറ്റുന്ന മാറ്റാണ്, ലെതർ മാറ്റാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിൽ മൗസ് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കീബോർഡും മൗസിൻ്റെ പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇത് സാധാരണ കീബോർഡ് ആൻഡ് മൗസ് അല്ല ഈ സാധനം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ഫിംഗേഴ്സ് ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇതിൻ്റെ ലിങ്കൊന്നും ചോദിക്കല്ല, എനിക്ക് ഓർമ്മയില്ല. ഇത് നിങ്ങൾ സെർച്ച് ചെയ്യാം. എന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൾട്ടി കണക്റ്റ് കീബോർഡ് എന്ന് വെച്ചാൽ സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ നെറ്റിൽ വേറെ എവിടെയെങ്കിലും കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ലാപ്ടോപ്പ് ഉണ്ടെന്ന് കരുതുക, അങ്ങനത്തെ ഒരു മാത്രം ഇത് എടുത്താൽ മതി. അല്ലെങ്കിൽ നോർമൽ വയർലെസ് കീബോർഡ് നിങ്ങൾക്ക് ലോജിടെക്കിൻ്റെ വേറെ ഏതെങ്കിലും ബ്രാൻഡിന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ BT1, BT2, BT3 എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൽ 4 ഡിവൈസ് വരെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കീബോർഡ് മാറ്റി അതിൻ്റെ ഡോങ്കിൾ മാറ്റി കുത്തേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ വയർലെസ് കീബോർഡിന് ഒരു ഡോങ്കിൾ കാണല്ലോ, ഒരു ചെറിയ സുനാപ്പി കുത്തുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഇത് സാധാരണ ബ്ലൂടൂത്ത് ഉള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ, ബൈ ദ വേ മിനി PC-യിലും ബ്ലൂടൂത്ത് ഉണ്ട് കേട്ടോ. ഇൻബിൽട്ട് ബ്ലൂടൂത്തും വൈഫൈയും ഇൻബിൽട്ടായിട്ട് വരുന്ന മിനി PC ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. കാരണം വേറെ എക്സ്ട്രാ അതിന് ഡിവൈസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഈ 3 ഡിവൈസിൽ നിന്നും സീംലെസ്ലി ഈ ബട്ടൺ അടിച്ചിട്ട് മാത്രം അതിന് എക്സ്ട്രാ സ്വിച്ച് വെക്കേണ്ട ആവശ്യമില്ല. വേറൊരു ചില ആൾക്കാരുടെ പരിപാടികളുണ്ട്, അതിനും വേറെ എക്സ്ട്രാ ഡിവൈസ് വെച്ച് സ്വിച്ചൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യാം. ഡയറക്റ്റ്ലി BT1 അടിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ കണക്റ്റ് ആവും, BT2 അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റത്തിലോട്ട് ഈ കീബോർഡ് കണക്റ്റ് ആവും, BT3 അടിച്ചു കഴിഞ്ഞാൽ അടുത്തതിലോട്ട് കണക്റ്റ് ആവും. അൺഫോർച്ചുനേറ്റ്ലി ഈ ബ്രാൻഡ്, ഫിംഗേഴ്സിൻ്റെ ബ്രാൻഡ് മൗസ് ആകെ നമുക്ക് 2 സിസ്റ്റത്തിലാണ് ഇപ്പം കറൻ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുക. അതിൽ ഒരെണ്ണം ഡോങ്കിൾ കണക്ട് ചെയ്തിരിക്കണം, ഒരെണ്ണം ബ്ലൂടൂത്തും. അപ്പോൾ ആ ഒന്നിൽ ഡോങ്കിളിന് ഇത് ഇവിടെ മാറ്റി കൊടുക്കണം. ഞാൻ അതിന് നിൽക്കാറില്ല. ഞാൻ നോർമലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു വയർലെസ് മൗസ് ഉണ്ട് എനിക്ക്, അത് ഒരു ലാപ്ടോപ്പിൽ കണക്റ്റഡ് ആണ് ഇത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കീബോർഡ് മാത്രം സ്വിച്ച് ചെയ്യാറാണ്. അപ്പോൾ ഒരെണ്ണം എൻ്റെ വർക്കിംഗ് ലാപ്ടോപ്പാണ്. അപ്പോൾ അതിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എന്താവും, കീബോർഡ് ആദ്യം സ്വിച്ച് ചെയ്യും, പിന്നെ മൗസ് ജസ്റ്റ് ഈ മൗസ് യൂസ് ചെയ്യും. ഇത് അതിലാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. പിന്നെ കീബോർഡ് ഇതിലോട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത്, ട്രേഡിങ്ങിൻ്റെ ഇതിലോട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് BT2 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പിലോട്ട് കണക്റ്റ് ആവും. പിന്നെ അത് കൂടാതെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അധികം ഒരു മോണിറ്ററൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഒരു മോണിറ്റർ ഇവിടെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട്, ബ്രോ എന്തിനാ 2 മോണിറ്റർ എന്ന്. 2 മോണിറ്റർ ചില സമയത്ത് ഉപകാരപ്പെടും. എന്തിനെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് തോന്നാണ് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ് എല്ലാം ഒരേ സമയം കാണണം. ഓക്കെ, ഇപ്പം ഇതിൽ എനിക്ക് എൻ്റെ ട്രേഡിംഗ് ടെർമിനലാണ്,
ഇത് XNS ആണ്. ഇത് എൻ്റെ XNSൻ്റെ ട്രേഡിംഗ് ടെർമിലാണ്. ഇതിൽ ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ വരയ്ക്കാറുള്ളൂ, ഓവർ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾക്കറിയാം എൻ്റെ ട്രേഡിംഗ് വ്യൂ എങ്ങനെയാണ് കാണുന്നത്. ഒരുപാട് ലെവൽസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഫുൾ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ചെയ്യാറ് എൻ്റെ ട്രേഡിംഗ് വ്യൂവിൻ്റെ മോണിറ്ററിൽ ഒരു മോണിറ്ററിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കും. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ് നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. ഒരെണ്ണത്തിൽ അതായത് നമ്മളെ XNSൻ്റെ ടെർമിനലിലുള്ള വേറെ ടൈം ഫ്രെയിമിലായിരിക്കും. 5 മിനിറ്റിലാണ് അധികം ഞാൻ XNS ടെർമിനൽ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാറ്. നിങ്ങൾക്ക് എൻ്റെ ലൈവ് സ്ട്രീമൊക്കെ കാണുമ്പോൾ അറിയുന്നതാണ്. 1 മിനിറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സൈക്കോളജി മൊത്തം ഡിസ്റ്റർബായി പെട്ടെന്ന് ട്രേഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഈ താഴെ വരിക്കുന്ന ഓഫീസ് ചെയർ മാറ്റ്. ഈ സാധനം യൂസ്ഫുള്ളാണ്. മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയർ ഇടുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലൊരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കറിൽ ഊരി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫിക്സ്ഡ് ആയിട്ട് ഇവിടെ നിൽക്കും. ഇതിൻ്റെ ആവശ്യമില്ല, എല്ലാതും ഓക്കെയാണ്. ഈ ഓഫീസ് ചെയർ നമ്മൾ ടയർ ഉള്ളതുകൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോൾ സ്ക്രാച്ച് ആവണ്ട എന്നൊക്കെ കരുതിയിട്ടുള്ളൊരു പർപ്പസാണ്. പിന്നെ നമുക്ക് കുറച്ചൊരു കംഫർട്ടബിളാണ് ഇതിൽ കാല് വെക്കുമ്പം. ഡയറക്റ്റ്ലി ഈ ടൈലിൽ കാല് വെക്കുന്നതിനെക്കാട്ടി കുറച്ചൊരു കംഫർട്ടാണ് ഇതിൻ്റെ അകത്ത്. അതാണ് മെയിൻ പർപ്പസ്. പിന്നെ ഗൈസ്, അപ്പം ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഈ കോൺഫിഗറേഷനിലുള്ള ലാപ്ടോപ്പ് വേണ്ട. പക്ഷേ എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ കോൺഫിഗറേഷൻ പറഞ്ഞാൽ എനിക്കെന്നെ വലിയ ഐഡിയ ഇല്ല. പക്ഷേ അതായത് അസൂസിൻ്റെ സെൻബുക്കാണ്. സെൻബുക്കിൽ ഏറ്റവും ടോപ്പ് കോൺഫിഗറേഷനാണ് ഈ സാധനം. അൾട്രാ 9 എന്ന് പറയുന്നത്, കോർ അൾട്രാ 9 അതാണ് സാധനം. അതിൽ ഏറ്റവും ടോപ്പ് കോൺഫിഗറേഷനാണ്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഗൈസ്, പക്ഷേ വർത്ത് ഇറ്റാണ്. ടച്ചാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലതവണ എൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ, ടച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ടച്ച് സ്ക്രീനാണ്, OLED ഡിസ്പ്ലേ ആണ്, ഹൈ കോൺഫിഗറേഷനിൽ വരുന്ന സാധനമാണ്. ഞാൻ ഈ സ്ട്രീമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പർപ്പസിനും കൂടാണ് ഈ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളാണ് അതിന് കാരണം. യൂട്യൂബിൽ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യ് ബ്രോ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് നിങ്ങളെല്ലാവരും കൂടെയാണ്. അതായത് ഇനീഷ്യലി നമ്മളെ ഓഫ്ലൈൻ വീഡിയോസ് കാണുന്ന കുറച്ച് പേരായിരുന്നു എൻ്റെ അടുത്ത് പുഷ് ചെയ്ത് സ്ട്രീം ലൈവ് സ്ട്രീം പോകുന്ന നമുക്കും കൂടെ ട്രേഡ് എടുക്കാം ബ്രോ, ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലേൺ ചെയ്യാം, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം, നിങ്ങളെ ഇമോഷൻസൊക്കെ നമുക്ക് നേരിട്ട് കാണാം ട്രേഡ് ചെയ്യുമ്പോഴുള്ള, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളാണ് കാരണം ഈ സാധനം ഞാൻ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല കോൺഫിഗറേഷനുള്ള സാധനം എടുത്ത് വെച്ചാണ്. ഇത് അതായത് ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ വരുന്ന ലാപ്ടോപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ കോൺഫിഗറേഷനിലുള്ള സാധനം, ഈ കോർ അൾട്രാ 9, ഇതൊന്നും ആപ്പിളിലൊന്നും വരുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഇത്രയും ടോപ്പ് കോൺഫിഗറേഷൻ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഏകദേശം ഒരു 4 ലക്ഷം റുപ്യൻ്റെ ഒക്കെ അടുത്താവും. ഇത് വരുന്നത് ആകെ 2 ലക്ഷത്തി സംതിങ് റേഞ്ചാണ്. 220 230 ആ റേഞ്ചിൻ്റെ അകത്താണ് വരുന്നത്. ഞാൻ എടുക്കുന്ന സമയത്ത് ആ റേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പം ഇനി ഡൗൺ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. സോ അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ പറഞ്ഞ ഈ സംഭവങ്ങളിലൊന്നുമല്ല, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഇതിലൊന്നല്ല കാര്യം. ഇത് പറയാനുള്ള കാര്യം, ഞാൻ ഈ 10,000 അച്ചീവ് ചെയ്തത് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഇരുന്നിട്ടൊന്നല്ല. ഞാൻ ആകെ എനിക്കുള്ളത് എൻ്റെ UAE സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈവ് സ്ട്രീം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ $10,000 ആക്കിയിട്ടുള്ളത് ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ്. അതാകെ ഒരു 32 ഇഞ്ചിൻ്റെ ഒരൊറ്റ മോണിറ്റർ ഉണ്ട്. അതായത് ഇതിനേക്കാളും കുറച്ചുകൂടെ ലോ ആയിട്ട് വരുന്ന, കുറച്ചുകൂടെ വൈഡായിട്ട് വരുന്ന ഒരൊറ്റ സ്ക്രീനാണ് എനിക്കുള്ളത്, 32 ഇഞ്ചിൻ്റെ. അത് ഹുവാവേയുടെ മോണിറ്ററായിരുന്നു. അത് ആ ഒരു മോണിറ്റർ ഈ ഒരു ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ അധികം ട്രേഡ് എടുക്കാറും യൂസ് ചെയ്യാറൊക്കെ. അതിനും ഒരു റീസൺ ഞാൻ ഈ ലൈവ് സ്ട്രീം ഇതൊക്കെ വരുന്നത് കൊണ്ടും കൂടെയാണ് ആ ഒരു മോണിറ്ററൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് മതി. അതായത് നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഡിസിപ്ലിൻഡ് ആണ്, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, മാർക്കറ്റിൽ ലെവൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതി ഗൈസ്. ബട്ട് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടെ കംഫോർട്ടായിട്ട് ഇരിക്കണം, കംഫോർട്ടായിട്ട് ഇങ്ങനെ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം, പിന്നെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കംഫോർട്ട് ഫീൽ വേണം, ഒരുപാട് സമയമൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഇങ്ങനെ എൽ ഷേപ്പ് ഒന്നും എടുക്കണമെന്നുമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡിങ് ടൈപ്പ് ടാബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താവും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഉപകാരപ്പെടും.
വർത്ത് ഇറ്റ് ആയിരിക്കും ശരിക്കും. സോ ഗൈസ്, നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. ബൈ ദ വേ, എൻ്റെ ഒരു ട്രേഡ് റണ്ണിങ് ആയിരുന്നു, ഇത്രയും സമയമായിട്ട് കട്ട് ചെയ്തിട്ടില്ല. എൻ്റെ അത് മിക്കവാറും ബ്രേക്ക് ഈവനിൽ കട്ട് ചെയ്യേണ്ടി വരും ഇത് പോകുന്ന പോക്ക് കണ്ടിട്ട്. പക്ഷേ എൻ്റെ എസ്റ്റിമേഷൻ എന്തായിരുന്നു വെച്ചാൽ, ഇതെനിക്ക് ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ്. ബൈ ദ വേ, ഞാൻ ടെലിഗ്രാമിൽ ഇത് ഷെയർ ചെയ്യുന്നതാണ്, എൻ്റെ ഒരു എസ്റ്റിമേഷൻ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്നുള്ള ഒരു ട്രേഡ് ആയതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ $25 റണ്ണിങ് ആണ്. ഇത് എൻ്റെ എസ്റ്റിമേഷൻ അനുസരിച്ച് മിക്കവാറും ബ്രേക്ക് ഡൗൺ വരാൻ ചാൻസ് ഉണ്ട്. അഥവാ ഇത് ബ്രേക്ക് ഡൗൺ വരുവാണെന്നുണ്ടെങ്കിൽ, താഴോട്ടേക്ക് ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ ഞാൻ ഏകദേശം കുറച്ചും കൂടെ റേഞ്ച് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 4660 ആ റേഞ്ചിലോട്ടൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം അത് വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യും. അതല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ ഗൈസ്. ഞാൻ ഇന്ന് ഓൾമോസ്റ്റ് $100 100 അല്ല, സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനൊരു വിഡ്രോവൽ വീഡിയോ കാണിച്ചിരുന്നു. നിങ്ങളെൻ്റെ പ്രീവിയസ് റീലോ ഷോർട്ടോ യൂട്യൂബിൽ കാണുന്നവരാണ്, ഷോർട്സ് കണ്ടാലറിയാം. ഞാനൊരു $100 വിഡ്രോവൽ കാണിച്ചു തന്നിരുന്നു. എക്സനസിൻ്റെ അകത്ത് നാട്ടിലുള്ള സമയത്ത് വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു ഒരാൾ. 1-2 പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ട്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് UAE-ലുള്ള ക്രെഡൻഷ്യലിൽ യൂസ് ചെയ്തിട്ടാണ് എക്സനസ് യൂസ് ചെയ്യുന്നത്. എൻ്റെ എക്സനസ് അക്കൗണ്ട് ഉള്ളത് UAE-ലെ ബാങ്ക് അക്കൗണ്ടും UAE-ലെ എമിറേറ്റ്സ് ഐഡിയും ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുമോ, ഇവിടുന്ന് വിഡ്രോയിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പം കറൻ്റ്ലി 10,916 ആണ് റണ്ണിങ്. ഇത് 800 സംതിങ്ങിൽ എത്തിയിരുന്നു. ഞാൻ 100 വിഡ്രോ ചെയ്തപ്പം വീണ്ടും 100 വന്നതിൻ്റെ അർത്ഥം ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് $200 പ്രോഫിറ്റിലാണ് ഇന്നത്തെ ദിവസം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ഇപ്പം ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ അവരുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ ഈ ട്രേഡ് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, ഒരു 6 മന്ത്. അതായത് ഈ ട്രേഡിങ് ജേണി സ്റ്റാർട്ട് ചെയ്ത സമയം 10 to 10,000 ട്രേഡിങ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സമയം 2025 ബിഗിനിങ്ങിലായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ അക്കൗണ്ട് ഒരുപാട് ഗ്രോ ചെയ്ത് കൊണ്ടുപോയി, പിന്നെ അത് ബ്ലോ ചെയ്ത് കളയായിരുന്നു. അപ്പോൾ എനിക്കൊരു റിയലൈസേഷൻ വന്നൊരു സമയം ഉണ്ടായിരുന്നു. അതൊരു ഡിസംബർ ടൈമായിരുന്നു. ഡിസംബറിലായിരുന്നു, 2025 ഡിസംബറിൽ എൻ്റെ 10 to 10,000 ട്രേഡിങ് ചാലഞ്ച് ജേണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഇതിനകത്ത് കാണാം. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കാണുന്നവരാണ് അതിനെ ജസ്റ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ $10 ഇട്ടിട്ട് തുടങ്ങിയ അക്കൗണ്ട് $10,000 എത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രോഫിറ്റും ഞാൻ റിവീൽ ചെയ്തതാണ് ഓൾറെഡി. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഏരിയ ഒന്നുകൂടെ കാണിച്ചു തരാം. എൻ്റെ പേഴ്സണൽ ഏരിയ കണ്ടിട്ട് നിങ്ങൾക്കത് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. സോ എൻ്റെ നമ്പർ ഇതാണ് ഗൈസ്. ഓക്കെ, MPTR എന്നുള്ള അക്കൗണ്ടിലാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, MPTR. ഇതെൻ്റെ റിയൽ അക്കൗണ്ടാണ്. ഇതിലാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഏരിയ ഇതാണ്. ഇത് ലാസ്റ്റ് 7 ഡേയ്സിൻ്റെ പ്രോഫിറ്റാണ് ഈ കാണുന്നത്. ഞാൻ ഇപ്പം നാട്ടിൽ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇത് വളരെ ചെറിയ പ്രോഫിറ്റാണ്. ഞാൻ വളരെ റയർലി ട്രേഡ് എടുക്കാറുള്ളൂ. 30 ഡേയ്സിൻ്റെ പ്രോഫിറ്റ് ഇതാണ്. പിന്നെ ലാസ്റ്റ് 90 ഡേയ്സ് പ്രോഫിറ്റ് ഇതാണ്, 10,995 നിങ്ങൾ കണ്ടു. പിന്നെ ടോട്ടൽ പ്രോഫിറ്റാണ് ഇത് കാണുന്നത്. നിങ്ങൾക്ക് കാണാം എത്ര പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്, എത്ര ലോസാണ്. അൺറിയലൈസ്ഡ് ഇപ്പം ഒരു റണ്ണിങ് ട്രേഡ് ഉണ്ട്, അതിൻ്റെ ആണ്. അപ്പം ഗൈസ്, ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. ഇത് ഞാൻ പ്രത്യേകം കാണിച്ചു തരാനൊക്കെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ഒരു $10 ഇട്ട് ഇത്രയും എത്തിക്കാനുള്ളൊരു മെയിൻ റീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടെർമിനലാണ്, എക്സനസ് ആണ്. അത് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രോക്കറിൻ്റെ അകത്ത് എനിക്ക് കിട്ടുന്ന ഫെസിലിറ്റി, കിട്ടുന്ന എന്താ പറയുക കംഫോർട്ട്, ഇത് വേറെ എവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ബിങ്എക്സ് ഉണ്ട്, ബൈബിറ്റ് ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, ബിനാൻസ് ഉണ്ട്, വേറെ കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്, XM ഉണ്ട്, പിന്നെ ഒരുപാട് മറ്റുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്, ഈറ്റോറോ ഉണ്ട്. പല ബ്രോക്കേഴ്സിലും എനിക്ക് അക്കൗണ്ട് ഉണ്ട്. UAE-ൻ്റെ അകത്ത് അക്കൗണ്ട് ഉണ്ട്. ഇന്ത്യയിലുള്ള ഒരു ബ്രോക്കറാണ് ഡെൽറ്റ എക്സ്ചേഞ്ച്. അതൊക്കെ ഭയങ്കര ഫീസാണ് ഗൈസ്. അതിലൊന്നും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ യൂട്യൂബിൽ ലൈവ് സ്ട്രീം പോകുന്ന സമയത്ത് കുറേ പേര് പറയാറുണ്ട്, അൽപ്പാരി പിന്നെ വേറെ ഏതൊക്കെ ബ്രോക്കേഴ്സൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ലൈവിൽ ട്രേഡ് എടുക്കുന്നതെല്ലാം ഇതിൻ്റെ അകത്താണ് ട്രേഡ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. ആ ജേണിയിലുള്ള മൊത്തം ട്രേഡും എക്സനസിലാണ് ലൈവായിട്ട് ട്രേഡ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്.
അതിൻ്റെ റീസൺ കൂടെ എന്താണെന്ന് വെച്ചാൽ അത്രയും കംഫർട്ടബിൾ ആണ് എക്സ്എൻഎസ് യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഏതെങ്കിലും ട്രേഡ് ഹോൾഡൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വാപ്പ് ഫീസ് വരുന്നതൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്എൻഎസ് വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഫീൽ ഫ്രീ ടു യൂസ് മൈ ലിങ്ക്. എനിക്ക് അതിൽ നിങ്ങളെ ഒരു ഫ്രണ്ട്സ് റെഫറലിൽ ഒരു കമ്മീഷൻ കിട്ടും നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ ഗൈസ്, സീ യു ഓൾ, ചിയേഴ്സ്.